360 ഡിഗ്രി വീഡിയോയും എടുത്ത് ഞങ്ങൾ നേരെ പോയത് 3D വാൾ പെയിന്റിംഗ് എക്സിബിറ്റിലേക്കാണ്. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഞങ്ങൾക്ക് തോന്നി. വ്യത്യസ്തമായ ഐഡിയയോട് കൂടി കുറേ ഫോട്ടോസൊക്കെ ഞങ്ങൾ അവിടെ എടുത്തു. അങ്ങനെ വാക്സ് മ്യൂസിയവും 3D പെയിന്റിങ്ങും ഒക്കെ കണ്ട് ഞങ്ങൾ നേരെ പോയത് ഒരു മാതാവിൻ്റെ പള്ളിയിലേക്കാണ്. അവർ ലേഡി ഓഫ് റാൻസം ഷ്രൈൻ എന്നാണ് ആ പള്ളിയുടെ പേര്. വളരെ പീസ്ഫുൾ ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ആണ് നമുക്കവിടെ കിട്ടിയത്. അവിടുത്തെ സർവീസ് ഒക്കെ കഴിഞ്ഞിരുന്നു ഞങ്ങൾ ചെന്നപ്പോഴേക്കും. എങ്കിലും ഞങ്ങൾ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച് എല്ലാം കണ്ട് സന്തോഷത്തോടെ ഇറങ്ങി. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ബോട്ടിങ്ങിലേക്കുള്ള ടിക്കറ്റ് എടുക്കാനാണ്. നമ്മുടെ ക്ഷമയെ പരീക്ഷിക്കുന്ന ഒരു ഏരിയ തന്നെയാണത്. അങ്ങനെ നീണ്ട 2 മണിക്കൂറത്തെ കാത്തിരിപ്പിന് ശേഷം ഞങ്ങൾ ബോട്ടിൽ കയറി പോയത് ഗ്ലാസ് ബ്രിഡ്ജ്, തിരുവള്ളൂർ സ്റ്റാച്ചു, വിവേകാനന്ദ റോക്ക് മെമ്മോറിയൽ കാണാനാണ്. കുറച്ച് സാഹസികത നിറഞ്ഞ ബോട്ട് യാത്രയ്ക്കൊടുവിൽ നമ്മൾ ആ സ്പോട്ടിലെത്തി. നേരെ പോയത് വിവേകാനന്ദ മണ്ഡപത്തിലേക്കാണ്. അവിടെ അകത്തേക്ക് ഫോട്ടോഗ്രാഫി ഒന്നും അലൗ ചെയ്തിട്ടില്ല. എങ്കിലും നമ്മൾ അതെല്ലാം കയറി കണ്ട് സന്തോഷത്തോടെ ഇറങ്ങി.